ഇന്ന് ലാലേട്ടൻ എല്ലാവരോടുമായിട്ട് പറയാണ്, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒരു അവസരം കൂടി തരികയാണ്. അതെ, ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ തുടങ്ങിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും പങ്കെടുക്കാം. എല്ലാവരും നല്ല രീതിയിൽ കളിക്കാൻ, നല്ല രീതിയിൽ കളിക്കണം. കള്ളത്തരങ്ങൾ പാടില്ല. കള്ളത്തരങ്ങൾ കാണിക്കാതെ പഠിച്ച് ടിക്കറ്റ് ടു ഫിനാലെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയുകയാണ്. അതിനുശേഷം ഇന്ന് എല്ലാവർക്കും കൂടി ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് എന്താ പറയുക, ഒരു റോഡ് വെച്ചിരിക്കുന്നു. റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ബൗളുകളുണ്ട്. എല്ലാ ബൗളുകളിലും ഒരു സൈഡിലെ ബൗളുകളിലെല്ലാം ബോൾസ് വെച്ചിട്ടുണ്ട്. കയ്യിലെല്ലാവർക്കും ഓരോ ചെറിയ ബാറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ബാറ്റിൽ ബോൾ വെച്ചിട്ട് ഈ റോഡിന് മുകളിലൂടെ നടന്ന് താഴേക്ക് കാല് കുത്താൻ പാടില്ല. കാല് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെയും ആദ്യം തൊട്ട് തുടങ്ങണം. അങ്ങനെ കൊടുത്ത് അതിൽ വെച്ച് ബാലൻസ് ചെയ്ത് ആ ബോൾ നേരെ ഓപ്പോസിറ്റ് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിൽ കൊണ്ട് ചെന്നിടണം. അങ്ങനെ ഏറ്റവും കൂടുതൽ ബോളുകൾ കൊണ്ടുവരുന്ന ആളായിരിക്കും ഈ ടാസ്കിലെ വിജയി. ഒരു ടാസ്ക് അല്ല കേട്ടോ ഉള്ളത്, കുറേ 5-6 ടാസ്കുകളുണ്ട്. ആ 5-6 ടാസ്കുകളിലെ പോയിൻറ്റ്സ് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന ആൾക്കാർക്കും ടിക്കറ്റ് ടു ഫിനാലെ കിട്ടുന്നത്. അങ്ങനെ പറയണം. അങ്ങനെ ആദ്യത്തെ ടാസ്ക് തുടങ്ങി നമ്മുടെ ലക്ഷ്മി, ആദില, അനിമോള്, അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സാബുമാൻ വരികയാണ്. സാബുമാനാണ് നല്ല രീതിയിൽ ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവന്ന് കല്ലടയ്ക്കുന്നത് എന്ന് പറഞ്ഞവരെ കൊണ്ടുപോയി കല്ലടച്ച്. കാരണം നല്ല രീതിയിൽ കൊണ്ടുവന്ന് അവിടെ ചെന്ന് കുനിഞ്ഞിട്ട് ആൾ കുറച്ചുകൂടെ കുനിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമായി ഉണ്ടായിരുന്നു. ആൾ പൊങ്ങി ഇട്ടു. ബോൾ ചെന്ന് ആ ബൗളിൽ വീഴുകയും ചെയ്തു. പക്ഷേ എന്ത് പറ്റി, പ്ലാസ്റ്റിക് ബോളല്ല, അത് ബൗൺസ് ചെയ്ത് തെറിച്ച് പുറത്തേക്ക് പോയി. അതോടുകൂടി ഈ ടാസ്കിൽ നമ്മുടെ അതിൽ നിന്ന് നമ്മുടെ സാബുമാനെ എവിക്റ്റ് ആയിരിക്കുകയാണ്. കാരണം ഇനി ഈ ടാസ്ക് കളിക്കാൻ പറ്റില്ല. ഇനി വരുന്ന ടാസ്കുകൾ കളിക്കാൻ പറ്റും, പക്ഷേ ഇനി വരുന്ന ടാസ്കുകളൊന്നും കളിക്കാൻ. അപ്പോഴാണ് എല്ലാവർക്കും എന്താ പറഞ്ഞ ഒരു ചിന്ത വന്നത്, അയ്യോ ഇങ്ങനെ ഇട്ടാൽ ബൗൺസ് ചെയ്ത് പോകില്ല, അപ്പോൾ പതിയെ കൊണ്ടുവന്ന് ഇടണം എന്നുള്ള ഒരു ഇത് വന്നത് എല്ലാവർക്കും. കാരണം അപ്പോഴാണ് എല്ലാവരും അങ്ങനെ ഒരു സാധ്യതയെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ആരും അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം എല്ലാവരും നേരത്തെ ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് ഇട്ടാൽ മതിയല്ലോ എന്ന് ഓർത്തിരുന്നു. ശരിയാണ്, ഈ റോഡ് കുലുങ്ങും. കാരണം നമ്മൾ അവിടേക്ക് നടക്കുമ്പോൾ ഒരു കാലം